സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ എക്സാമിന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തകർത്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് വെച്ചറിയാം. അപ്പോൾ അത്തരം ചില ചോദ്യങ്ങളായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എന്തായാലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വേഗത്തിൽ ചെയ്യാനായിട്ടുള്ള ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാമിന് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ. ഇൻ ദ ഫിഗർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ ഈക്വൽ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് കത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ചിത്രത്തിൽ എ ബി സി ത്രികോണത്തിന്റെ കോണുകളും പി ക്യു ആർ എന്ന ത്രികോണത്തിന്റെ കോണുകളും തുല്യമാണ്. രണ്ട് ത്രികോണത്തിലെ 3 കോണുകളും തുല്യമാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അവരെ ഒരു പേര് വിളിക്കും. എന്താണ്? രണ്ട് ട്രയാങ്കിൾസിലെ 3 ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണെങ്കിൽ നമ്മൾ അവരെ എന്താണ് വിളിക്കുക? ആ രണ്ട് ട്രയാങ്കിൾസിലെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് നമ്മൾ വിളിക്കൂലേ. എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിന് നമുക്ക് എന്ത് പറയാം? സദൃശ്യമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സദൃശ്യ ത്രികോണങ്ങളിൽ നമ്മൾ കുറേ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അവരുടെ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ ഓർമ്മ വരണം. ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. അപ്പോൾ അതുവഴിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു റിസൾട്ടാണ് മിസ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ്? വാട്ട് ടൈംസ് ഓഫ് പി ആർ ഈസ് എ സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഈ രണ്ട് ട്രയാങ്കിൾസിൽ കുറച്ച് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് ഉണ്ട്, ഇവിടെ എക്സ് വൈ സെഡ്. അപ്പോൾ 3 ആംഗിൾസ് ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് സെക്കൻഡ് ട്രയാങ്കിളിൽ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ടൈംസ് ഓഫ് പി ആർ ഈസ് എ സി. പി ആറിൻ്റെ എത്ര മടങ്ങാണ് എ സി? അപ്പോൾ പി ആർ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്, എ സി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ പി ആറിൻ്റെ എത്ര ടൈംസ് ആണ് എ സി എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പി ആറിൻ്റെ എത്ര മടങ്ങാണ് എ സി? അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? പി ആർ എന്ന് പറയുന്നത് 3 ആണ്, എ സി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ പി ആറിൻ്റെ എത്ര മടങ്ങാണ് എ സി എന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻറ്റു 2 ചെയ്തതാണ് അല്ലേ. 3 × 2 ചെയ്താണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ പി ആറിൻ്റെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ആണ്, ഇരട്ടിയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. 2 മടങ്ങാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? 2 ടൈംസ് എന്നാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി 2 മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് 3ഉം ഒന്ന് 6ഉം ആണ്. സോ 3യുടെ എത്ര ടൈംസ് ആണ് 6 എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 × 2 ആണ്, 2 ടൈംസ് ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്ന 1 മാർക്കായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ള നമ്മുടെ 2 മാർക്ക് ഇരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനില്ല. എന്താ? ഫൈൻഡ് പി ക്യു ആൻഡ് ക്യു ആർ. പി ക്യുവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ക്യു ആറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. പി ക്യുവിൻ്റെ ലെങ്ത്തും ക്യു ആറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ മിസ് ഈ ട്രയാങ്കിൾസിനെ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ആംഗിൾസ് ആണല്ലോ നമ്മുടെ കയ്യിൽ. ആകെയുള്ളത് എത്ര ആംഗിൾസാ? 3 ആംഗിൾസ് ആണ്. അപ്പോൾ ആ 3 ആംഗിൾസിനെ നമുക്കൊന്ന് എഴുതാം. ഏതൊക്കെയാണ്? എക്സ്, വൈ, ദെൻ സെഡ്. ഓക്കെ, 3 ആംഗിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഏതാണ് എക്സിന് ഓപ്പോസിറ്റ് വരുന്നത്? 6 ആണ്. ഓക്കെ, ദെൻ ഈ ആദ്യത്തെ ട്രയാങ്കിളിൽ തന്നെ വൈക്ക് ഓപ്പോസിറ്റ് വരുന്നത് 4 ആണ്, സെഡിന് ഓപ്പോസിറ്റ് വരുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇതിനെ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? എക്സിന് ഓപ്പോസിറ്റ് വരുന്നതും വൈന് ഓപ്പോസിറ്റ് വരുന്നതും സെഡിന് ഓപ്പോസിറ്റ് വരുന്നതും എഴുതാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ട്രയാങ്കിളിൽ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ എക്സിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 3 ആണ്. വൈക്ക് ഓപ്പോസിറ്റ് നമുക്കറിയില്ല, അപ്പം നമ്മൾ എന്ത് എഴുതി? പി ക്യു എന്ന് എഴുതി. ദെൻ സെഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയില്ല, ക്യു ആർ എന്ന് എഴുതി.
ഓക്കെ, അറിയാത്ത ആൾക്കാർ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ഈ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 3 ആംഗിൾസ് 2 ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് സെയിം റേഷ്യോയിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് 6ഉം ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് 3ഉം ആണ്. അപ്പോൾ അവർ സെയിം റേഷ്യോയിലാണ്. റേഷ്യോ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ബൈ ആയിട്ടാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? സെയിം റേഷ്യോയിലാണ്, 3 വശങ്ങളും സെയിം റേഷ്യോയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈക്വൽ ആണ്. അപ്പോൾ 6/3 എന്ന് പറയുന്നത് 4/PQ-നോടും 8/QR-നോടും സെയിം ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ ആൻസറിലേക്ക് എത്തുക. അപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ എങ്ങനെ ചെയ്യും? ഇതുപോലെ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യും. എന്താണ്? 6/3 എന്ന് പറയുന്നത് 4/PQ-നോട് ഈക്വൽ ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 6/3 ഈസ് ഈക്വൽ ടു 4/PQ ആണ്. 4/PQ ആണ്. എന്നിട്ട് ഇനി നമുക്ക് PQ ആണ് കണ്ടെത്തേണ്ടത്. സോ 6 ഇൻറ്റു PQ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ആണ്. അതായത് PQ ഈസ് ഈക്വൽ ടു 12/6 ആണ്. PQ ഈസ് ഈക്വൽ ടു 2 ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആൾക്കാരെ കൺസിഡർ ചെയ്യും. എന്നിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. എങ്ങനെയാണ് ഇവിടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് അറിയോ? ഇവിടെ 6 ഇവിടെ 3 അല്ലെ, 6ന്റെ ഹാഫ് അല്ലെ. ഇവിടെ 6 ഇവിടെ 3. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടില്ല? 6ന്റെ ഹാഫ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4ന്റെ ഹാഫ് ആയിരിക്കും PQ എന്ന് പറയാ, 8ന്റെ ഹാഫ് ആയിരിക്കും QR എന്ന് പറയാ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? PQ എന്ന് പറയുന്നത് 4ന്റെ ഹാഫ് ആണ്, ദാറ്റ് ഈസ് 2 ആണ്. ദെൻ QR എന്ന് പറയുന്നത് 8ന്റെ ഹാഫ് ആണ്, സോ എന്താണ്? 4 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതിയില്ലേ? ഇങ്ങനെ നമ്മൾ എഴുതുക പോലും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ടേബിളിൽ നിന്നും നമുക്ക് ഒരൊറ്റ സെക്കൻഡ് ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതുപോലെ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതുപോലെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മിസ്സിൻ്റെ കുട്ടികൾ മറക്കരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ റേഷ്യോയിലുള്ള ബന്ധം, റിലേഷൻ എന്താണെന്നുള്ളത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ടേബിൾ കൺസ്ട്രക്ഷൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ എല്ലാവരും എപ്പോഴും ആംഗിൾസ് നോക്കുക, സെയിം ആംഗിൾ എഴുതുക, ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എഴുതുക, അതിനിടയിലായിട്ട് ഒരു ഡിവിഷൻ ഇട്ട് കൊടുക്കുക, ഈക്വൽ ആണെന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ ആംഗിൾ ഇതുപോലത്തെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ മിസ് ഇതാ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നോക്കുക എന്താണ്? 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ആംഗിൾ പിയും ആംഗിൾ എക്സും ഈക്വൽ ആണ്, ആംഗിൾ ക്യൂവും ആംഗിൾ സെഡും ഈക്വൽ ആണ്. അപ്പോൾ ഒരു 2 ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായാലും ഈക്വൽ ആവും നമുക്കറിയാം. അപ്പോൾ അതാ ഈ 2 ട്രയാങ്കിൾസിൽ 3 ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണ്. അപ്പോൾ അവരെന്തായി? സദൃശ്യ ത്രികോണങ്ങളായി അല്ലേ. ചില സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 4, 3, 6 ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ZYയുടെ ലെങ്ത്തും അതുപോലെ തന്നെ XZന്റെ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിന് നമുക്ക് കഴിഞ്ഞ തവണ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ്, അതായത് XZ എത്രയായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ YZ എത്രയായിരിക്കും എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് ഇവിടെ അറിയാം. അപ്പോൾ താമസം വേണമെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഒരു പേര് കൊടുക്കാം. ഇത് നമ്മുടെ X ആണ്, ഇതാണ് ഇവിടുത്തെ X എന്ന് പറയുന്നത്. ദെൻ ഇതാണ് നമ്മുടെ Y. ഓക്കെ, ഒരേ കളറിൽ തന്നെ കൊടുക്കാം. ഇതാണ് നമ്മുടെ Y, ഇതാണ് നമ്മുടെ Y. ഓക്കെ, ഇനി ഇവിടുത്തെ Z ഉണ്ട് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ Z, ഇതാണ് Z. ഓക്കെ, 3 ആംഗിൾസ് ഇത് പരസ്പരം ഈക്വൽ ആയിട്ട് മിസ് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണെന്ന് അറിയാം, അപ്പോൾ ഒരു സിമിലർ ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു കണ്ടീഷനുണ്ട്. ജസ്റ്റ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ റിലേഷൻ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? XZന്റെയും YZന്റെയും മെഷർമെൻറ്റിൽ ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളത് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുള്ളത് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഏതൊക്കെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കുട്ടി വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ എക്സാമിന് ടീമിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗം തന്നെ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം ഓടിപ്പോരെ, നമുക്ക് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കാം.